ഈ മാസം കൂടെ ഉള്ളൂ അല്ലേ? എത്ര ദിവസം മെറ്റർണിറ്റി ലീവ്? ഒരു 7 to 8 months. നോട്ട് ഷുവർ. ഭർത്താവ് എന്ത് പറയുന്നു നോക്കണം. ടീച്ചർക്ക് മിസ് ചെയ്യില്ലേ ഇവിടെ? എടോ, ഈ ക്ലാസ് ആവറേജ് കൂട്ടുന്ന വിദ്യ എനിക്കും കൂടെ ഒന്ന് പറഞ്ഞതാടോ. പ്രിൻസിയെ സോപ്പിട്ട് കണ്ട് ഞാനും കൂടെ ഒന്ന് ശമ്പളം കൂട്ടി വാങ്ങട്ടെ. കിളിഞ്ചത് പോ. ഈ കോയമ്പത്തൂർ പഠിച്ചതിന്റെ ഒരു പ്രശ്നം തന്നെ തന്നെ മിസ് ചെയ്യൂ കേട്ടോ. In RDBMS, we learn about data, tables, and indexes. That's all for the day. കത്തിയില്ല. ഇത് പരീക്ഷയ്ക്ക് ഛർദ്ദിക്കുക. ശരിക്കും സാധനം എന്താണെന്നറിയോ? നമ്മൾ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിലൊക്കെ പോകുമ്പോഴേ നമ്മുടെ മൊബൈൽ നമ്പർ അവർ വാങ്ങിക്കില്ലേ? എന്നിട്ട് ബർത്ത്ഡേക്ക് ഒരു മെസ്സേജ് ഒക്കെ അയക്കില്ലേ? നമ്മുടെ നമ്പർ എവിടേക്കാണ് പോകുന്നത്? അവരുടെ ഡേറ്റാബേസിലേക്കാ. മനസ്സിലായി? എന്തോ താനിവിടെ അല്ലല്ലോ. സാറേ, നാളെ നമ്മുടെ ജൂനിയേഴ്സ് വരും. ആനന്ദൻ ടീമൊക്കെ റാഗ് ചെയ്യാൻ പ്ലാനിട്ടൊക്കെയാണ്. ആഹാ, എന്താ പ്ലാൻ? കേക്കട്ടെ. നമ്മളോടൊന്നും പറയില്ല സാറേ, ഭയങ്കര പ്ലാനിങ്ങാ. സീക്രട്ടാ, സീക്രട്ട്. സാറേ, ജൂനിയേഴ്സിന് പണി കൊടുക്കാതിരിക്കാൻ ഞങ്ങൾ സീനിയേഴ്സിനോട് പോലും ജീൻസ് ഇട്ടുകൊണ്ട് വരരുതെന്നാ മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. എന്റെ പിള്ളേരെ, ഈ നിയമങ്ങളൊക്കെ എന്തിനുള്ളതാ? അത് ഇടയ്ക്ക് കുറച്ചൊക്കെ ഓക്കെ, പക്ഷെ നമ്മുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട്. ഓക്കെ, ഈ ജീൻസ് നിരോധനം നമുക്ക് ലംഘിക്കാം. ഞാനും ഇടാൻ ജീൻസ്. ഈ വസ്ത്രധാരണ സ്വാതന്ത്ര്യം അത് ചിലയിടങ്ങളിൽ മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ സ്വന്തം ശരീരത്തിന് ചേരുന്ന വസ്ത്രമിടണം എന്ന് മാത്രം. ഞങ്ങള് നാട്ടിലൂടെ ജീൻസ് ഇട്ട് പോയി കഴിഞ്ഞാൽ എത്ര കമന്റ് വരും അറിയോ സാറേ? അതുകൊണ്ടെന്താ സാറേ, എത്ര കമന്റ് അടി കേട്ടാലും അതൊരു റാഗിങ് അല്ലേ? പിന്നെ പിന്നെ ഒരു ധൈര്യം വരും. ഇവന്മാരുടെയൊക്കെ കണ്ണിൽ നോക്കി നിവർന്ന് നിൽക്കാനുള്ള ധൈര്യം. അത് പൊളിച്ചു പോണം സാറേ. ഞങ്ങൾക്ക് ചുമ്മാ ഒന്ന് വരട്ടി വിട്ടാ മതി. അതിനുള്ള വല്ല ടെക്നിക്ക് പറഞ്ഞതാ. സിൽക്ക് സല്യൂട്ട് അറിയോ? സിൽക്ക് സല്യൂട്ടോ? നമ്മുടെ സിൽക്ക് സ്മ ചേച്ചിയില്ലേ, പുള്ളിക്കാര് സല്യൂട്ട് അടിച്ചാൽ അങ്ങനെ ഇരിക്കും. ഇങ്ങനെ ചേർത്ത് പിടിക്കുക. പരിണാമം. പരിണാമം. കുരങ്ങുന്ന് ഇതുവരെ എത്തിയില്ലേ? ഇനി രോമമേഖലിറുക്കാത്ത ഒരു കാലം വരും. സൂക്ഷിച്ചോ. നമസ്കാരം സാർ. നമസ്കാരം സാർ. പുതിയ സാറ്? ആ, പുതിയ സാറാ. സാർ പേര്? மணிவண்ணன். ஐயோ, தமிழா நீங்க? தமிழ் பேசுறதுக்கு தவிச்சிட்டு இருந்தேன் சார். நல்லா போச்சு. ஆனால் நான் ரொம்ப ஸ்ட்ரிக்ட். ஏன்னா நான் பேசவும் மாட்டேன், பேச விடவும் மாட்டேன். സാറ് PhD ആണ്. ഓഹോ, അതൊരു പുതിയ അറിവാണ്. അതെന്താ? അല്ല, ഈ PhD ഉള്ളവരെ സംസാരിക്കുകയും ചിരിക്കുകയൊന്നുമില്ല എന്നുള്ളത്. சார், மணிவரன் சார், தமிழ்நாட்டில் எங்க ஊரு? நீங்கள் தமிழ்நாடு வந்திருக்கீங்களா? இல்ல இல்ல, தமிழ்நாட்டிலே வந்து. அப்புறம் வராத ஆளுக்கு ஏன் ஊரை பற்றி சொல்லி என்ன பிரயோஜனம்? வேலையை பாருங்க. அது ശരിയാണല്ലോ. ഹലോ, റീന, നിനക്ക് ഈ നമ്പർ എവിടെ നിന്ന് കിട്ടി? എനിക്ക് നിന്നെ ഒന്ന് കാണണം. എടാ, ഇവിടെ വാടാ കഴുതേ. അങ്ങനെ പറഞ്ഞാ പോരടി. എന്തിനാ ഈ ജാട? വേദ,
I will message you my location. Come there and call me. പ്രാക്ടീസിന് വരാതെ നീ ഇവിടെ കറങ്ങി നടക്കാണോ? അയ്യോ സർ, ഞാൻ കണ്ടില്ല. എന്താണ് ഗായത്രി? മൂന്നാമത്തെ പ്രാവശ്യമാണ് നീ തെറ്റിക്കണത്. നോക്കി കളിക്ക്. 1 2 3 4. എടി സാർ സൂപ്പർ ഡാൻസറാ. നീ പറഞ്ഞ സ്റ്റെപ്പ് ഇടും. ഒന്ന് പറഞ്ഞു നോക്കി. നീ കളിക്കാൻ പറ. എന്തുവാടേ പണി കൊടുത്തിട്ട് ഇപ്പൊ കണ്ട പുകില് മോനെ. Today we have our Vetsa here, who is an extremely good dancer to dance with us. ഗ്രീഷ്മ, ഐ എം നോട്ട് ഇൻ എ മൂഡ് നൗ. ഒരു ഫ്രണ്ടിന്റെ കോൾ വന്നിട്ടുണ്ട്. അർജന്റ്. ഐ ഹാവ് ടു ഗോ നൗ. Vetsa is escaping from here. Backbenchers ne support ചെയ്യുന്ന Vetsa ഒരു backbencher ആയിരുന്നിട്ട് കൂടി ഡാൻസിന്റെ ഒരു സ്റ്റെപ്പ് പോലും ചെയ്യാതെ ദേ പോണം. തീവണ്ടി അടിക്കട സിൽക്ക്. സിൽക്കോ? അതെന്താ മാഡം? എന്താണ് നിന്റെ പേര്? നിഷി. നിഷിയോ? ആണുങ്ങൾക്ക് എന്തിനാണ് പെണ്ണുങ്ങളുടെ പേര്? അതന്നെ ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ചു. മോനെ ചിരിക്കാറാകുമ്പോ ചേച്ചി പറയട്ടാ. ആണുങ്ങൾക്ക് എന്തിനാണ് പെണ്ണുങ്ങളുടെ പേരിൽ ഷഡ്ഡി? എടാ, ആ പൊട്ടനോട് ഓവർ സ്മാർട്ട് ആവരെന്ന് പറ. അവളുണ്ടല്ല, ആ ഫൈനൽ ഇയർ BBMലെ കോബ്ര പ്രകാശന്റെ ബാച്ച. അവൻ എങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ നമ്മളെ ഷഡ്ഡി പുറത്ത് നടത്തും. എഴഞ്ഞിട്ടാണോ പോണത്? അവൻ അറിഞ്ഞാലുണ്ടല്ല നീ ഇവിടെ കിടന്ന് കഴിയും. ആ ഇതിൽ ആർക്കടാ എന്നിട്ട് സിൽക്ക് അടിക്കാൻ അറിയുന്നേ? അതെന്തിട്ടുള്ള സംഭവം എനിക്കറിയാവോ? കാലക്കി. ഇനി എല്ലാരും കൂടി ഒന്ന് അടിച്ചേ. നീ നോക്കട്ടെ ശരിയാവുണ്ടോന്ന്. ഞാൻ അടിച്ചാൽ ശരിയാവില്ല. അടിക്കടാ. കാര്യമൊക്കെ ഓക്കെ. പിന്നെ നമ്മള് മലയാളികളാ. നിനക്കൊക്കെ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയണം കേട്ടാ. ആരെങ്കിലും ചോദിച്ചാ റീനയുടെ ആളാന്ന് പറഞ്ഞാ മതി. ആ പിന്നെ എന്നെ കാണുമ്പോ ഇടയ്ക്കൊക്കെ ഒരു സിൽക്ക് ആവാട്ടാ. ശരി, അടിക്കാട്ടാ. സിൽക്ക് അവള്